നടപ്പ് സാമ്പത്തിക വർഷം ഇന്ന് അവസാനിക്കുകയാണ്. അതോടൊപ്പം തന്നെ അടുത്ത സാമ്പത്തിക വർഷം നാളെ ഏപ്രിൽ 1 ആരംഭിക്കുമ്പോൾ രാജ്യത്തെ ബാങ്ക് നിയമങ്ങൾ ഉൾപ്പെടെ പലതും മാറുന്നുണ്ട്. ഏപ്രിൽ 1 മുതൽ ഇന്ത്യയിൽ സാമ്പത്തിക മേഖലയിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ATM നിരക്കുകൾ. രാജ്യത്തെ നിരവധി ബാങ്കുകൾ അവരുടെ ATM ചാർജുകൾ പുതുക്കുന്നുണ്ട്. അതായത് ATMിലൂടെ പണം പിൻവലിക്കുന്നതിന് ഇനി കൂടുതൽ ഫീസ് നൽകേണ്ടി വരും. രാജ്യത്തെ പല ബാങ്കുകളും സൗജന്യ ATM പിൻവലിക്കലുകളുടെ എണ്ണം കുറയ്ക്കുകയാണ്, പ്രത്യേകിച്ച് മറ്റ് ബാങ്കുകളുടെ ATMകളിലെ ഇടപാടുകൾക്ക്. നിലവിൽ പല ബാങ്കുകളും മറ്റ് ബാങ്ക് ATMകളിൽ നിന്ന് 3 തവണ മാത്രമേ സൗജന്യമായി പണം പിൻവലിക്കാൻ അനുവദിക്കൂ. ഈ പരിധി കടക്കുന്നതോടെ ബാങ്കുകൾ ഇനി മുതൽ ഓരോ ഇടപാടിനും 20 മുതൽ 25 രൂപ വരെ അധിക ചാർജുകൾ ഈടാക്കും. മിനിമം ബാലൻസ്. രാജ്യത്തെ പ്രമുഖ ബാങ്കുകളായ SBI, പഞ്ചാബ് നാഷണൽ ബാങ്ക്, കാനറ ബാങ്ക് എന്നിവ മിനിമം ബാലൻസ് പുതുക്കിയിട്ടുണ്ട്. ഏപ്രിൽ 1 മുതലായിരിക്കും ഇവ പ്രാബല്യത്തിൽ വരിക. മിനിമം ബാലൻസ് നിലനിർത്തിയില്ലെങ്കിൽ ബാങ്കുകൾ പിഴ ഈടാക്കിയേക്കാം. പോസിറ്റീവ് പേ സിസ്റ്റം അഥവാ PPS. ഇടപാടുകളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി ബാങ്കുകൾ ഇപ്പോൾ പോസിറ്റീവ് പേ സിസ്റ്റം അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. 5000 രൂപയ്ക്ക് മുകളിലുള്ള ചെക്കുകൾക്ക് ഇനി ഈ രീതിയായിരിക്കും ബാങ്കുകൾ പിന്തുടരുക. ഈ ചെക്കുകൾ മാറുന്നതിന് ഉപഭോക്താക്കൾ ചെക്ക് നമ്പർ, തീയതി, പണം സ്വീകരിക്കുന്നയാളുടെ പേര്, തുക തുടങ്ങിയ വിശദാംശങ്ങൾ നൽകണം. സേവിങ്സ് അക്കൗണ്ടിലെയും FDയിലെയും പലിശ. ബാങ്കുകൾ തങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടിലെയും FDയിലെയും പലിശകളിൽ മാറ്റം വരുത്തുന്നുണ്ട്. അതായത് സേവിങ്സ് അക്കൗണ്ട് പലിശ ഇപ്പോൾ അക്കൗണ്ട് ബാലൻസിനെ ആശ്രയിച്ചിരിക്കും. ഇതുവഴി ഉയർന്ന ബാലൻസുകൾക്ക് മികച്ച നിരക്കുകൾ നേടാൻ കഴിയും. ഉപയോഗിക്കാത്ത UPI നമ്പറുകൾ നിർജീവമാകും. ഏപ്രിൽ 1 മുതൽ ചില മൊബൈൽ നമ്പറുകളിൽ UPI സേവനങ്ങൾ ലഭിക്കില്ല. UPI സേവനങ്ങളുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് പുതിയ മാറ്റം. നിഷ്ക്രിയമായതോ പുനർനിശ്ചയിച്ച് നൽകിയതോ ആയ മൊബൈൽ നമ്പറുകളിലാണ് UPI സേവനങ്ങൾ ലഭ്യമല്ലാതാകുന്നത്. ഇത്തരം നമ്പറുകൾ UPIയുമായി ബന്ധിപ്പിച്ചിട്ടില്ലെന്ന് ഉറപ്പാക്കാൻ ബാങ്കുകൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും മൊബൈൽ നമ്പർ രേഖകൾ അപ്ഡേറ്റ് ചെയ്യണമെന്ന് നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ കർശന നിലപാടെടുത്ത സാഹചര്യത്തിലാണിത്. ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ ഉപയോക്താക്കൾ അവരുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറുകൾ സജീവമായി തുടരുന്നുവെന്ന് ഉറപ്പാക്കണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ UPI സംവിധാനം പ്രവർത്തനരഹിതമാകും. ഓട്ടോ പേയ്മെന്റ് ഉൾപ്പെടെയുള്ളവയെ ഇത് ബാധിക്കും. ഉപയോക്താക്കൾ അവരുടെ നമ്പറുകൾ മാറ്റുമ്പോഴോ നിർജീവമാക്കുമ്പോഴോ അവരുടെ UPI അക്കൗണ്ടുകൾ പലപ്പോഴും സജീവമായി തുടരുന്നതിനാൽ അവ ദുരുപയോഗത്തിന് ഇരയാകാനുള്ള സാധ്യത കൂടുതലാണ്. മുൻപ് മറ്റൊരാൾ ഉപയോഗിച്ച ഒരു മൊബൈൽ നമ്പർ പുതിയ ഉപയോക്താവിന് വീണ്ടും നൽകുകയാണെങ്കിൽ UPI ഇടപാടുകൾ അബദ്ധവശാൽ ആരും അറിയാതെ സ്വീകർത്താവിന് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് തട്ടിപ്പിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു.